ഏറ്റവും എക്സാം ഓറിയന്റഡ് ആയിട്ട് നമുക്ക് എങ്ങനെ പഠിക്കാന്നുള്ള ഒരു 5 minutes വീഡിയോ ആണ് അല്ലെ നമ്മളിപ്പോ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ബോത്ത് എസ്റ്റർ ഗ്രൂപ്പ് ആൻഡ് കാർബോക്സിലിക് ഗ്രൂപ്പ് അല്ലെ. അപ്പൊ നമുക്കത് ക്ലിയർ ആയി. ഇറ്റ് ക്യാൻ ആക്ട് ആസ് ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ് ആൻഡ് ലോവർ ഡോസിൽ ഇറ്റ് ക്യാൻ ആക്ട് ആസ് ഏതൊക്കെ ആസിഡ്സ് ആണ്? സാലിസിലിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, കീറ്റോ ആസിഡ്സ്. Hi all, welcome back to Eduooz International Academy. So നമ്മൾ 5 minutes കൊണ്ട് അല്ലെ എങ്ങനെ എഫക്റ്റീവ് ആയിട്ടും എക്സാം ഓറിയന്റഡ് ആയിട്ടും ഓരോ ടോപ്പിക്സ് അല്ലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡ്രഗ്സിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ആ ഡ്രഗ്സുമായിട്ട് റിലേറ്റ് ചെയ്ത അതിന്റെ ഏരിയാസ് ഏറ്റവും എക്സാം ഓറിയന്റഡ് ആയിട്ട് നമുക്ക് എങ്ങനെ പഠിക്കാന്നുള്ള ഒരു 5 minutes വീഡിയോ ആണ് അല്ലെ നമ്മളിപ്പോ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇന്ന് നമ്മൾ ഏതാണല്ലേ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആസ്പിരിൻ ആണ്, അല്ലെങ്കിൽ അസറ്റൈൽ സാലിസിലിക് ആസിഡ് ആണ് അല്ലെ. സോ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നമ്മൾ എല്ലാ വീഡിയോസും പോലെ തന്നെ ഏത് ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്, അതിന്റെ ഫാർമക്കോളജിക്കൽ ആക്ഷൻ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ്, അതുപോലെ കോൺട്രൈൻഡിക്കേഷൻസ്. സോ അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ത്രൂ ഔട്ട് കാണുക. സോ നമുക്ക് ഫസ്റ്റ് തന്നെ എന്താണ് ആസ്പിരിൻ ഏതൊരു കാറ്റഗറിയിൽ വരുന്ന ഡ്രഗ് ആണെന്ന് നോക്കാം. നമുക്കറിയാം അല്ലെ NSAID ആണ്, ദാറ്റ് ഇസ് എന്താണ് നോൺ സ്റ്റിറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്ന ഒരു ഡ്രഗ് ആണ് അല്ലെ ആസ്പിരിൻ എന്ന് പറയുന്നത്. സോ സ്ട്രക്ചറലി നമുക്ക് പറയുവാണെങ്കിൽ ഇറ്റ് ഈസ് ആൻ അസറ്റൈൽ ഡെറിവേറ്റീവ് ഓഫ് സാലിസിലിക് ആസിഡ് അല്ലെ. നമുക്ക് സാലിസിലിക് ആസിഡിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് അറിയാം. സോ അതിന്റെ ഒരു അസറ്റൈൽ ഡെറിവേറ്റീവ് ആണ് അല്ലെ. ദാറ്റ് മീൻസ് എന്താ, അവിടെ അസറ്റൈൽ ഗ്രൂപ്പിന്റെ പ്രസൻസ് ഉണ്ടാകും. ആൻഡ് കൺസിസ്റ്റിംഗ് ഓഫ് എ ബെൻസീൻ റിംഗ് വിത്ത് ബോത്ത് എസ്റ്റർ ഗ്രൂപ്പ് ആൻഡ് എ കാർബോക്സിലിക് ഗ്രൂപ്പ് അല്ലെ. നമുക്കൊന്ന് വരച്ചു നോക്കാം എങ്ങനെയാണ് ആ ഒരു അറേഞ്ച്മെന്റ് വരുന്നത് അല്ലെ. സോ ആ ഒരു സ്ട്രക്ചർ ജസ്റ്റ് ഒന്ന് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് അതിന്റെ ഒരു ഓറിയന്റേഷൻ അല്ലെ സ്ട്രക്ചർ വരുന്നതെന്ന്. സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ബെൻസീൻ റിംഗ് അല്ലെ. ബെൻസീൻ റിംഗ് ഉണ്ട്, അതിലെന്താണ് ഒരു കാർബോക്സിലിക് ഗ്രൂപ്പ് ഉണ്ട് അല്ലെ. ഇപ്പോ സാലിസിലിക് ആസിഡ് ആണെങ്കിൽ അവിടെ എന്തായിരിക്കും OH സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും അല്ലെ വരുന്നത്. സോ OH പകരം അല്ലെ ആൽക്കഹോൾ ഗ്രൂപ്പിന് പകരം അവിടെ എന്ത് ഗ്രൂപ്പ് ആയിരിക്കും വരുന്നത്? അസറ്റൈൽ ഗ്രൂപ്പ് ആയിരിക്കും വരുന്നത് അല്ലെ. സോ അസറ്റൈൽ ഗ്രൂപ്പ് എങ്ങനെയായിരിക്കും വരുന്നത്? സോ ഇങ്ങനെ ഒരു അസറ്റൈൽ ഗ്രൂപ്പിന്റെ പ്രസൻസ് അവിടെ കാണും അല്ലെ. സോ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? അസറ്റൈൽ സാലിസിലിക് ആസിഡ് എന്ന് പറയുന്നത്. സോ ആസ്പിരിൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് അസറ്റൈൽ ഡെറിവേറ്റീവ് ഓഫ് സാലിസിലിക് ആസിഡ് ആണ് അല്ലെ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ബെൻസീൻ ആൻഡ് ബോത്ത് എസ്റ്റർ ഗ്രൂപ്പ് ആൻഡ് എ കാർബോക്സിലിക് ഗ്രൂപ്പ് അല്ലെ. അപ്പൊ നമുക്കത് ക്ലിയർ ആയി എങ്ങനെയാണ് ആ എസ്റ്റർ ഗ്രൂപ്പും കാർബോക്സിലിക് ഗ്രൂപ്പും വന്ന ഒരു ആസ്പിരിന്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചല്ലേ. സാലിസിലിക് ആസിഡിന്റെ സ്ട്രക്ചർ അറിയെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ക്ലാസിഫിക്കേഷൻ. ഓൾറെഡി നമ്മൾ പറഞ്ഞു ഏതൊരു ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്? നോൺ സ്റ്റിറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് അല്ലെ. അതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത് സാലിസിലേറ്റിലാണ്. ആൻഡ് ഇറ്റ് ഇസ് എ നോൺ സെലക്റ്റീവ് കോക്സ് ഇൻഹിബിറ്റർ ആണ് അല്ലെ. നോൺ സെലക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താ, ഇപ്പൊ നമുക്കറിയാലോ സെലക്റ്റീവ് ആയിട്ട് COX 1നെയോ COX 2നെയോ അല്ല. ഇപ്പൊ COX 1നെ ആകാം COX 2നെ ആകാം. നോൺ സെലക്റ്റീവ് ആയിട്ട് രണ്ടിനെയും ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ്, അല്ലെങ്കിൽ ആ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്ന ഡ്രഗ് ആണ് ആസ്പിരിൻ എന്ന് പറയുന്നത്. ആൻഡ് ഓർക്കുക, ലോ ഡോസിൽ അത് എന്തായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും? ഒരു ആന്റി പ്ലേറ്റ്ലെറ്റ് ഡ്രഗ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. ജസ്റ്റ് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പോയിന്റ് ആണ്. എന്താണ്, നമുക്ക് ആ ഒരു ലോ ഡോസിൽ നമുക്കൊരു ആന്റി പ്ലേറ്റ്ലെറ്റ് ഡ്രഗ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രഗ് ആണ് എന്നു പറയുന്നത് ആസ്പിരിൻ എന്ന് പറയുന്നത് അല്ലെ. സോ അപ്പൊ ആസ്പിരിൻ എന്ന് പറയുന്നത് അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ആ ആന്റി പ്ലേറ്റ്ലെറ്റ് ഡ്രഗ് എന്നുള്ള കാര്യം നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തു വെക്കുക. ആൻഡ് നെക്സ്റ്റ് നമുക്ക് എന്താ നോക്കേണ്ടത്? മെക്കാനിസം ഓഫ് ആക്ഷൻ അല്ലെ. എങ്ങനെയാണ് ഒരു ആസ്പിരിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ വരുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇറ്റ് ഇസ് എ നോൺ സെലക്റ്റീവ് അല്ലെ കോക്സ് ഇൻഹിബിറ്റർ ആണെന്ന് പറഞ്ഞു. ദാറ്റ് ഇസ് ഇറിവേഴ്സിബിളി അത് ഇൻഹിബിറ്റ് ചെയ്യുന്ന എന്താണ്? COX 1നെയും COX 2നെയും ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പോയിന്റ് ആണ്. COX 1നെയും COX 2നെയും. COX എന്ന് പറഞ്ഞാൽ എന്താ? സൈക്ലോഓക്സിജനേസ് അല്ലെ എൻസൈം ആണ്. സോ ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻ സിന്തസിസ് അവിടെ കുറയുവാണ്. സോ നമുക്ക് പെയിൻ സെൻസേഷൻ, അതുപോലെ ഫീവർ, ഇൻഫ്ലമേഷൻസ് ഒക്കെ നമുക്ക് കുറയുന്ന ആ ഒരു കണ്ടീഷൻ ആണ്. നമുക്കറിയാം അരക്നോഡിക് ആസിഡിൽ നിന്ന് പ്രോസ്റ്റാഗ്ലാൻഡിൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് പെയിൻ, ഇൻഫ്ലമേഷൻസ്, ഇഞ്ചുറി പോലുള്ള സെൻസേഷൻസ് നമുക്ക് വരുന്നത് അല്ലെ. സോ ആ ഒരു എൻസൈമിനെ അവിടെ ഇൻഹിബിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പെയിൻ സെൻസേഷൻ ഇല്ല, അതുപോലെ തന്നെ ഫീവർ, ഇൻഫ്ലമേഷൻസിനെ ഒക്കെ നമുക്ക് ഇൻഹിബിറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ത്രോംബോക്സിൻ, ദാറ്റ് ഇസ് A2T XA2 അല്ലെ, അതിനെ നമുക്ക് ഇൻഹിബിറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ അവിടെ കുറയുന്നു അല്ലെ. നമ്മൾ പറഞ്ഞു ഒരു ആന്റി പ്ലേറ്റ്ലെറ്റ് ഡ്രഗ് എന്ന് പറഞ്ഞു. ദാറ്റ് ഇസ് ആ ഒരു
പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ നടന്ന ക്ലോട്ട് ഫോർമേഷൻ അല്ലെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു ഡ്രഗാണ്. ഹെവി ബ്ലീഡിങ് കോസ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു ഡ്രഗാണ്. സോ പ്ലേറ്റ്ലെറ്റ് എഫക്ട് ലാസ്റ്റ് ഫോർ 7 to 10 days. ദാറ്റ് ഇസ് ലൈഫ് സ്പാൻ ഓഫ് അല്ലെ ആ ഒരു ലൈഫ് പീരീഡ് ഓഫ് പ്ലേറ്റ്ലെറ്റ് വരുന്നത് 7 to 10 days ആണ്. സോ ആ മെക്കാനിസം ഓഫ് ആക്ഷൻ മെയിൻ ആയിട്ട് നോക്കുക. ഇറിവേഴ്സിബിൾ അത് ഇൻഹിബിറ്റ് ചെയ്യുന്നത് എന്താണ്? COX-1 and COX-2 നെയാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? പ്രോസ്റ്റാഗ്ലാൻഡിന്റെ അളവ് കുറയുന്നു. സോ പെയിൻ സെൻസേഷൻ ആൻഡ് ഫീവർ ഇൻഫ്ലമേഷൻസ് ഒക്കെ നമുക്ക് കുറയുന്നു. അതുപോലെ തന്നെ ഓർത്തു വെക്കുക ത്രോംബോക്സിൻ A2 നെ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് കോസ് പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ കുറയുന്നു അല്ലെ. ഇനി നമുക്ക് ഫാർമക്കോളജിക്കൽ ആക്ഷൻസ് എന്തൊക്കെയാന്ന് നോക്കാം അല്ലെ. ഒരു പ്രോസ്റ്റാഗ്ലാൻസിന് കുറഞ്ഞ് നമുക്ക് ആ ഒരു പെയിൻ സെൻസേഷൻ കുറയുമ്പോൾ തന്നെ ഓർക്കുക അനാൽജസിക് ദാറ്റ് ഇസ് മൈൽഡ് ടു മോഡറേറ്റ് പെയിനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രഗ് ആണ്. ആൻഡ് ഇറ്റ് ഇസ് ആന്റി പൈററ്റിക് അല്ലെ, നമ്മുടെ ഫീവർ കണ്ടീഷൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ഇറ്റ് ഇസ് ആന്റി ഇൻഫ്ലമേറ്ററി ദാറ്റ് ഇസ് ഹയർ ഡോസിൽ ഇറ്റ് ക്യാൻ ആക്ട് ആസ് ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ് ആൻഡ് ലോവർ ഡോസിൽ ഇറ്റ് ക്യാൻ ആക്ട് ആസ് ആന്റി പ്ലേറ്റ്ലെറ്റ് ഡ്രഗ് അല്ലെ. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പോയിന്റ് ആണ്. ദാറ്റ് ഇസ് റിലേറ്റഡ് ടു ബോത്ത് ആന്റി ഇൻഫ്ലമേറ്ററിയും ആന്റി പ്ലേറ്റ്ലെറ്റ് ഡ്രഗ് ആയിട്ട് ആർക്ക് ആക്ട് ചെയ്യാൻ പറ്റും? ആസ്പിരിൻ ആക്ട് ചെയ്യാൻ പറ്റും. ലോവർ ഡോസിൽ ആന്റി പ്ലേറ്റ്ലെറ്റ് ഡ്രഗ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. ഹയർ ഡോസിൽ ആന്റി പ്ലേറ്റ്ലെറ്റ് ഡ്രഗ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാർമക്കോളജിക്കൽ ആക്ഷൻ ആണ് നമ്മൾ ഓർത്തു വെക്കേണ്ടത്. സോ തെറാപ്യൂട്ടിക്കൽ യൂസ് അല്ലെ, എവിടെയൊക്കെയാണ് നമുക്ക് ഏതൊക്കെ കണ്ടീഷൻസിലാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. ദാറ്റ് ഇസ് പെയിൻ ഫീവർ കണ്ടീഷനിൽ യൂസ് ചെയ്യാം. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അല്ലെ, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാം. പ്രൊഫൈലാക്സിസ് അല്ലെ, ആ ഒരു ഡിസീസ് വരുന്നതിന് മുമ്പ് നമുക്കൊരു പ്രീ ട്രീറ്റ്മെന്റ് പോലെ കൊടുക്കാൻ പറ്റും. പ്രൊഫൈലാക്സിസ് ഓഫ് മയോകാർഡ് ഇൻഫാക്ഷൻ ആൻഡ് സ്ട്രോക്ക് ആൻഡ് അൺസ്റ്റേബിൾ ആൻജീനയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പോസ്റ്റ് മയോകാർഡ് ഇൻഫെക്ഷൻ സെക്കൻഡറി പ്രിവെൻഷൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രഗ് ആണ് ആസ്പിരിൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അത് ഓർത്തു വെക്കുക. എന്താണ്? പെയിൻ ആൻഡ് ഫീവർ, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, പ്രൊഫൈലാക്സിസ്, അങ്ങനെ ഒരുപാട് തെറാപ്യൂട്ടിക്കൽ ആക്ഷൻ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഡ്രഗ് ആണ് ആസ്പിരിൻ എന്ന് പറയുന്നത്. ആൻഡ് ഡ്രഗ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് കൂടെ നമുക്ക് നോക്കാം അല്ലെ. നമ്മൾ ഈ ഒരു 5 minutes കൊണ്ട് ഇപ്പൊ ഒരു ഡ്രഗിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണല്ലേ നമ്മൾ പഠിക്കുന്നത്. സോ ആ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എന്തൊക്കെയാന്ന് നോക്കാം. ലോവർ ഡോസിൽ അത് COX-1 നെയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ, ഒരു നോൺ സെലക്റ്റീവ് കോക്സ് ഇൻഹിബിറ്റർ ആണ്. ദാറ്റ് ഇസ് COX-1 നെയും COX-2 നെയും ഇൻഹിബിറ്റ് ചെയ്യാൻ പറ്റും. സോ ലോ ഡോസിൽ അത് ആരായിരിക്കും ഇൻഹിബിറ്റ് ചെയ്യുന്നത്? സൈക്ലോഓക്സിജനേസ് ദാറ്റ് ഇസ് COX-1 നെ ആയിരിക്കും ഇൻഹിബിറ്റ് ചെയ്യുന്നത്. സോ അവിടെ ആയിരിക്കും അതിനായിരിക്കും പ്രീഡോമിനേറ്റ് ചെയ്യുന്നത് അല്ലെ, COX-1 നെ ആയിരിക്കും. ആൻഡ് ലോവർ ഡോസിൽ ദെൻ ഹയർ ഡോസിൽ ആന്റി ഇൻഫ്ലമേറ്ററി എഫക്ട് തരും. ആൻഡ് ഇറ്റ് ഇസ് ആൻ എൻഡറിക് കോട്ടഡ് അല്ലെ. നമ്മുടെ ആസ്പിരിൻ എന്ന് പറയുന്നത് എൻഡറിക് കോട്ടഡ് ആണ് അല്ലെ. കാരണം നമ്മുടെ ഗ്യാസ്ട്രിൻ അല്ലെ, നമ്മുടെ സ്റ്റൊമക്കിൽ അത് ഇറിറ്റേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യും, ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻസ് കോസ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ്. സോ അതുകൊണ്ട് നമ്മൾ എൻഡറിക് കോട്ടഡ് ആയിട്ടുള്ള ഫോമിലായിരിക്കും നമ്മൾ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് എന്താണ്, അസിഡിക് പേജിലൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്തിട്ട് നമ്മുടെ ആൽക്കലൈൻ പേജ് ദാറ്റ് ഇസ് ഇൻഡസ്റ്റൈനിൽ എത്തുമ്പോഴായിരിക്കും അത് റിലീസ് ചെയ്യുന്നത്, ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് അതിന്റെ ആക്ഷൻ നമുക്ക് കിട്ടുന്നത്. സോ അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇറ്റ് ഇസ് എൻഡറിക് കോട്ടഡ് ആയിട്ടുള്ള ഒരു ആസ്പിരിൻ ആണ്. ആ ഒരു ഫോമിലായിരിക്കും നമ്മൾ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത്. ആൻഡ് നോട്ട് റെക്കമെൻഡഡ് ഇൻ ചിൽഡ്രൻ വിത്ത് വൈറൽ ഇൻഫെക്ഷൻസ് അല്ലെ. വൈറൽ ഇൻഫെക്ഷൻസ് വരുന്ന വൈറൽ ഇൻഫെക്ഷൻസ് കോസ് ചെയ്തിട്ടുള്ള കണ്ടീഷൻസിൽ നമ്മൾ ആർക്ക് കൊടുക്കത്തില്ല? ചിൽഡ്രൻസിന് കൊടുക്കത്തില്ല. സോ അതിന് ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ADR വരുന്നുണ്ട്, നമുക്ക് എന്താണ് ഡിസ്കസ് ചെയ്യാം. ആൻഡ് ഓവർ ഡോസ് കോസസ് റെസ്പിറേറ്ററി ആൽക്കലോസിസ് ആൻഡ് മെറ്റബോളിക് അസിഡോസിസ് അല്ലെ. സോ ഈ ഓവർഡോസ് കോസ് ചെയ്യുമ്പോൾ 2 കാര്യങ്ങളാണ് നടക്കുന്നത്. ദാറ്റ്സ് മെറ്റബോളിക് ആയിട്ടുള്ള അസിഡോസിസും ആൻഡ് റെസ്പിറേറ്ററി ആൽക്കലോസിസ് അല്ലെ. സോ നമുക്ക് അത് എന്താ നോക്കാം. ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ്. സോ ആസ്പിരിന്റെ ഒരു ഓവർഡോസ് നടക്കുമ്പോൾ നമുക്ക് മിക്സ്ഡ് ആയിട്ട് അസിഡോസിസും ആൽക്കലോസിസും സംഭവിക്കുന്ന കാര്യം ഓർത്ത് വെച്ച് പഠിക്കുക. സോ ഫസ്റ്റ് ആസ്പിരിൻ ഓവർഡോസ് നടക്കുമ്പോൾ ഏർലി സ്റ്റേജിൽ എന്താണ് നടക്കുന്നത്? ദാറ്റ് കോസ് റെസ്പിറേറ്ററി ആൽക്കലോസിസ് അല്ലെ. പഠിച്ചു വെക്കുക. ഫസ്റ്റ് റെസ്പിറേറ്ററി ആൽക്കലോസിസ് ആണ്, പിന്നെയാണ് എന്താണ് മെറ്റബോളിക് അസിഡോസിസിലേക്ക് പോകുന്നത്. സോ ഈ റെസ്പിറേറ്ററി ആൽക്കലോസിസ് എന്ന് പറയുമ്പോൾ എന്തായി, സാലിസിലേറ്റ് ഡയറക്ട്ലി നമ്മുടെ റെസ്പിറേറ്ററി സെന്ററിനെ സ്റ്റിമുലേറ്റ് ചെയ്യും അല്ലെ. റെസ്പിറേറ്ററി സെന്ററിനെ ഭയങ്കരമായിട്ട് എന്താ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഹൈപ്പർ വെന്റിലേഷൻ നടക്കുന്നു അല്ലെ. നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, ഇങ്ങനെ ഹൈപ്പർ വെന്റിലേഷൻ സംഭവിക്കുന്നു. സോ ദാറ്റ് കോസ് ദ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ കുറയുന്നു. അപ്പൊ അതെന്തിന് നമുക്ക് കാരണമാകുന്നു? റെസ്പിറേറ്ററി ആൽക്കലോസിസിന് കാരണമാകുന്നു അല്ലെ. റെസ്പിറേറ്ററി ആൽക്കലോസിസിന് കാരണം ഒരുപാട് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകുന്നു. ആൻഡ് നോക്കുക ലേറ്റ് ഫേസ്. അപ്പം ഏർലി ഫേസിലുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ലേറ്റ് ഫേസിൽ എന്താ നടക്കുന്നത്? മെറ്റബോളിക് അസിഡോസിസ് ആണ് അല്ലെ. മെറ്റബോളിക് അസിഡോസിസ് എന്ന് പറയുമ്പോൾ ആസിഡ്സിന്റെ അളവ് അല്ലെങ്കിൽ ആസിഡ്സിന്റെ അക്യുമുലേഷൻ നമ്മുടെ ബോഡിയിൽ കൂടുന്ന കണ്ടീഷൻ ആണ്. ഏതൊക്കെ ആസിഡ്സ് ആണ്? സാലിസിലിക് ആസിഡ്, ലാക്റ്റിക്
ലാക്റ്റിക് ആസിഡ്, കീറ്റോ ആസിഡ്സ് അല്ലെ, ഈ പറയുന്ന ആസിഡ്സിന്റെ അളവ് നമ്മുടെ ബോഡിയിൽ കൂടുവാണ് അല്ലെ. നമുക്കറിയാം ആസ്പിരിൻ നമ്മുടെ ATPയുടെ പ്രൊഡക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു അല്ലെ, ദാറ്റ് ഇസ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷന് അവിടെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. അൺകപ്ലിംഗ് ഓഫ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ കാരണം എന്ത് സംഭവിക്കുന്നു, നമ്മുടെ സെല്ല് സ്വിച്ച് ചെയ്തിട്ട് എങ്ങോട്ടേക്ക് പോകുന്നു, എനേറോബിക് റെസ്പിറേഷനിലേക്ക് പോവാണ് അല്ലെ. സോ അങ്ങനെ എനേറോബിക് റെസ്പിറേഷനിൽ പോകുമ്പോൾ എന്താ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ലാക്റ്റിക് ആസിഡ് ഫോം ചെയ്യുന്നു. സോ ലാക്റ്റിക് ആസിഡിന്റെ അക്യുമുലേഷൻ അവിടെ കൂടുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഫാറ്റിന് അത് കൺവേർട്ട് ചെയ്തിട്ട് ആസിഡ് ആയിട്ട് മാറ്റുന്നു. സോ കീറ്റോ ആസിഡ്സ് അല്ലെ, കീറ്റോ ആസിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. സോ സാലിസിലിക് ആസിഡും ലാക്റ്റിക് ആസിഡും കീറ്റോ ആസിഡ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ അസിഡിക് കണ്ടീഷൻ കൂടുവാണ് അല്ലെ. സോ അതാണ് നമ്മൾ പറഞ്ഞത് എന്ത്, മെറ്റബോളിക് അസിഡോസിസ് കാരണമാകും എന്ന് പറഞ്ഞു അല്ലെ. സോ നമ്മുടെ കിഡ്നിയിലൊക്കെ ഇമ്പയർമെന്റ് അല്ലെങ്കിൽ റീനൽ ഇമ്പയർമെന്റ് കാരണം ഈ ആസിഡ്സിനെ പ്രോപ്പർ ആയിട്ട് നമുക്ക് എക്സ്ക്രീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സോ ബ്ലഡിലുള്ള pHന്റെ അളവ് കുറയുന്നു, ദാറ്റ് ഇസ് ആസിഡ് കണ്ടീഷൻ കൂടുന്നു അല്ലെ. അപ്പൊ ഓർത്ത് പഠിച്ചു വെക്കുക, ആസ്പിരിന്റെ ഓവർഡോസ് സംഭവിക്കുമ്പോൾ ഏർലി ഫേസിൽ നമുക്ക് റെസ്പിറേറ്ററി ആൽക്കലോസിസ് ആണെങ്കിൽ അല്ലെ, ഹൈപ്പർ വെന്റിലേഷൻ കാരണം റെസ്പിറേറ്ററി ആൽക്കലോസിസ് ആണെങ്കിലും ലേറ്റർ സ്റ്റേജിൽ വരുന്നതാണ് മെറ്റബോളിക് അസിഡോസിസ് അല്ലെ, ആസിഡ്സിന്റെ അളവ് കൂടുമ്പോൾ. സോ അങ്ങനെ ഒരു മിക്സ്ഡ് ആയിട്ട് റെസ്പിറേറ്ററി ആൽക്കലോസിസും അസിഡോസിസും നടക്കുന്ന ഒരു കണ്ടീഷൻ, ഓവർഡോസിൽ അങ്ങനെ ഒരു കണ്ടീഷൻ നടക്കുന്നുണ്ട്. ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. അപ്പോൾ ഓർത്ത് വെക്കുക, ആസ്പിരിൻ ഓവർഡോസ് പ്രൊഡ്യൂസ് ആൻ ഏർലി റെസ്പിറേറ്ററി ആൽക്കലോസിസ് ഫോളോഡ് ബൈ ഹൈ ആനയോൺ ഗ്യാപ്പ് മെറ്റബോളിക് അസിഡോസിസ് അല്ലെ. ഫസ്റ്റ് റെസ്പിറേറ്ററി ആൽക്കലോസിസും പിന്നീട് മെറ്റബോളിക് അസിഡോസിസും കാരണമാകുന്നതാണ് ആസ്പിരിന്റെ ഓവർഡോസ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ആ ഒരു മേജർ അഡ്വേഴ്സ് റിയാക്ഷൻസ് എന്തൊക്കെയാണ് അല്ലെ, മേജർ ആയിട്ട് വരുന്ന ഏരിയാസ് എന്തൊക്കെയാന്ന് നോക്കുക. അപ്പോ ആസ്പിരിൻ എന്ന് പറയുമ്പോൾ തന്നെ ഈ പറയുന്ന ഏരിയാസ് ഒക്കെ നമ്മുടെ മൈൻഡിലേക്ക് വരണം. സോ ഇറ്റ് കോസ് GIT ഇറിറ്റേഷൻസ് അല്ലെ, GIT ഇറിറ്റേഷൻ, അതുപോലെ ഗ്യാസ്ട്രൈറ്റിസ്, അൾസർ, ബ്ലീഡിംഗ് ഒക്കെ കോസ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ്. അതുപോലെ തന്നെ റേസ് സിൻഡ്രോം അല്ലെ, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് റേസ് സിൻഡ്രോം എന്ന് പറയുന്നത്. അതായത് ചിൽഡ്രൻ ഒരു 60 ഇയേഴ്സിൽ ബിലോ ആയിട്ടുള്ള ചിൽഡ്രൻസ് നമ്മൾ ആസ്പിരിൻ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുവാണെങ്കിൽ ഇറ്റ് കോസ് എന്താണ് നടക്കുന്നത്, എൻസെഫലോപ്പതി അല്ലെ. എൻസെഫലോപ്പതി എന്ന് പറയുന്നത് ബ്രെയിന്റെ ഡിസ്ഫങ്ഷൻ ആണ് അല്ലെ. സോ ആ ബ്രെയിൻ ഡിസ്ഫങ്ഷൻ അലോങ് വിത്ത് ഫാറ്റി ലിവർ അല്ലെ. അപ്പൊ ഈ രണ്ട് കണ്ടീഷൻസും വരുന്ന ആ ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ റേസ് സിൻഡ്രോം എന്ന് പറയുന്നത്. ഈ ഒരു ഡയഗ്രത്തിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലെ, നമ്മുടെ ബ്രെയിന്റെ ഡിസ്ഫങ്ഷൻ ആണ് അവിടെ നടക്കുന്നത്. അത് കൂടാതെ തന്നെ നമ്മുടെ ഫാറ്റി ലിവർ അല്ലെ, ലിവറിന്റെ ഒരു ഫെയിലിയർ നടക്കുന്നു. സോ ഫാറ്റി ലിവർ സംഭവിക്കുന്നു. സോ ആ എൻസെഫലോപ്പതി ആൻഡ് ഫാറ്റി ലിവർ വരുന്ന ആ ഒരു കമ്പൈൻഡ് കണ്ടീഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, റേസ് സിൻഡ്രോം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ചിൽഡ്രൻ ഒരു 16 ഇയേഴ്സിന് ബിലോ ആയിട്ടുള്ള കുട്ടികൾക്ക് നമുക്ക് കൊടുക്കുമ്പോൾ ഈ പറയുന്ന റേസ് സിൻഡ്രോം വരാൻ ചാൻസ് ഉള്ളത് ഒരു മേജർ ഏരിയ ആണ്. ആൻഡ് ഇറ്റ് കോസ് ബ്രോങ്കോസ്പാസം അല്ലെ, ബ്രോങ്കോസ്പാസം കോസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഇസ് ആസ്പിരിൻ ഇൻഡ്യൂസ്ഡ് ആസ്മ നമുക്ക് ഇൻഡ്യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് ടിനൈറ്റിസ് അല്ലെ. ടിനൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താ, റിംഗിങ് സെൻസേഷൻ, ഈ സാലിസൈലേറ്റ്സിന്റെ ഒരു ഓവർ ടോക്സിസിറ്റി അല്ലെങ്കിൽ ടോക്സിസിറ്റി കാരണം വരുന്ന നമുക്ക് ഇയറിൽ ഒരു റിംഗിങ് സെൻസേഷൻ വരുന്നത് അല്ലെ, അതിനാണ് നമ്മൾ ടിനൈറ്റിസ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ആണ് മെറ്റബോളിക് അസിഡോസിസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു മെറ്റബോളിക് അസിഡോസിസും റെസ്പിറേറ്ററി ആൽക്കലോസിസും. ആൻഡ് പ്രൊലോങ്ഡ് ബ്ലീഡിംഗ് അല്ലെ, നമ്മൾ പറഞ്ഞ ഒരു ആന്റി പ്ലേറ്റ്ലെറ്റ് ഡ്രഗ് ആണ്. ദാറ്റ് ഇസ് ആ പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷനെ ഒക്കെ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ, അതിനെ കുറയ്ക്കുന്നുണ്ട്. സോ ക്ലോട്ടിംഗ് ഒന്നും പ്രോപ്പർ ആയിട്ട് നടക്കത്തില്ല. ദാറ്റ് കോസ് പ്രൊലോങ്ഡ് ബ്ലീഡിംഗ് അല്ലെ. അപ്പൊ ഓർത്ത് വെക്കുക എന്തൊക്കെയാണ് മേജർ അഡ്വേഴ്സ് എഫക്ട് എന്ന് പറയുന്നത്, GI ഇറിറ്റേഷൻസ് കോസ് ചെയ്യുന്നു, ബ്രോങ്കോസ്പാസം ദാറ്റ് ഇസ് ആസ്പിരിൻ യൂസ് ചെയ്ത് ആസ്മ വരുന്നു, റിനൈറ്റിസ് അല്ലെ നമുക്ക് റിംഗിങ് സെൻസേഷൻ വരുന്നു, ആൻഡ് മെറ്റബോളിക് ആസിഡോസിസ് സംഭവിക്കുന്നു, അതുപോലെ തന്നെ പ്രൊലോങ്ഡ് ബ്ലീഡിംഗ് സംഭവിക്കുന്നു അല്ലെ. സോ ഇതൊക്കെയാണ് മേജർ അഡ്വേഴ്സ് എഫക്ട് റിലേറ്റഡ് ടു ആസ്പിരിൻ എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെ കണ്ടീഷനിലാണ് കോൺട്രാഇൻഡിക്കേഷൻസ് വരുന്നത് നമുക്ക് നോക്കാം. പെപ്റ്റിക് അൾസർ ഡിസീസസ് അല്ലെ, ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് കോൺട്രാഇൻഡിക്കേഷൻ വരുന്നു. ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ ആസ്പിരിൻ ഇൻഡ്യൂസ്ഡ് ആസ്മ, ചിൽഡ്രൻസ് വിത്ത് വൈറൽ ഇൻഫെക്ഷൻസ് അല്ലെ, വൈറൽ ഫീവർ വരുന്ന ഒരു കുട്ടിക്ക് നമ്മൾ കൊടുക്കുമ്പോൾ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ റേസ് സിൻഡ്രോം പോലെയുള്ള കണ്ടീഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ സിവിയർ റീനൽ ഇമ്പയർമെന്റ് അല്ലെ, അങ്ങനെയുള്ള കണ്ടീഷൻസ് നമുക്ക് കോൺട്രാ ഇൻഡിക്കേഷൻസ് വരാൻ ചാൻസ് ഉള്ളതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആസ്പിരിൻ റിലേറ്റ് ചെയ്ത് പഠിക്കാനുള്ളത്. വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുന്നത്, ഓവർഡോസ് നടക്കുമ്പോൾ അല്ലെ ആ ഒരു മെറ്റബോളിക് ആസിഡോസിസ്, റെസ്പിറേറ്ററി ആൽക്കലോസിന്റെ മെയിൻ പോയിന്റ് ഓർത്ത് വെക്കുക. ഒരു മിക്സഡ് ആയിട്ടൊരു കണ്ടീഷൻ ആണ് അല്ലെ അവിടെ വരുന്നത്. അതൊന്നും പഠിച്ചു
ഓർത്തും മനസ്സിലേക്ക് വെക്കുക. അതുപോലെ തന്നെ ADR എന്തൊക്കെ ADRs ആണ് വരുന്നതെന്നും ഒന്ന് ഓർത്തു വെക്കുക. റേസ് സിൻഡ്രോം എന്ന് കേൾക്കുമ്പോൾ തന്നെ ആസ്പിരിന്റെ ADR ആണെന്ന് വരിക അല്ലെ, ആ ഒരു ബ്രെയിൻ ഡിസ്ഫങ്ഷനും അതുപോലെ ഫാറ്റി ലിവറും വരുന്നതെന്ന് ഓർക്കുക. സോ ഇത്രയും കാര്യങ്ങൾ ഒരു ആസ്പിരിൻ എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലേക്ക് വരണം. ലോ ഡോസിലെ ആന്റി പ്ലേറ്റ്ലെറ്റ് ഡ്രഗ് ആയിരിക്കും, ഹയർ ഡോസിലെ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ് ആയിരിക്കും. ഏത് ക്ലാസിഫിക്കേഷൻ SAID സാൽസിലേറ്റ് ആണ്. സോ അത് സ്ട്രക്ചർ ഓർമ്മ വരണം, ADR ഓർമ്മ വരണം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പിരിൻ എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്തായാലും ഓർമ്മ വരണം. സോ കൂടുതൽ വീഡിയോക്ക് വേണ്ടി ഫോളോ ചെയ്യുക. താങ്ക്